ഹായ് നമസ്കാരം കൂട്ടുകാരെ. താളം തവരയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് ഞാനപ്പോൾ ഒരു ഐക്കൂറ വെച്ചിട്ടൊരു കറിയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. ഞാൻ ഐക്കൂറ കറി മുമ്പിൽ ഉണ്ടാക്കിയിട്ടുണ്ട്, പക്ഷേ ഇന്ന് കുറച്ചും വെറൈറ്റി ആയിട്ട് മുമ്പിൽ ഉണ്ടാക്കിയതിനെക്കാട്ടും കുറച്ച് മാറ്റമുണ്ട് കേട്ടോ. അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് കണ്ടു നോക്കിയാലോ. പോന്നോളൂ വീഡിയോയിലേക്ക്. അപ്പോൾ നമ്മൾ ഐക്കൂറ മുറിച്ച് മസാലയെല്ലാം പെരക്കിയിട്ട് ഒരു 10 മിനിറ്റ് വെച്ചതാണിത് കേട്ടോ. ഇനിയിപ്പോൾ നമുക്ക് ഇതിനൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അതിന് ഞാൻ ഉരുളിയിലേക്ക് എണ്ണ തീമാച്ചിട്ടുണ്ട്. എണ്ണ ചൂടായി വന്നിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് ഇതുവരെ ആയിട്ടിട്ട് മുക്കി പൊരിച്ചെടുക്കാം. ഒരേ ട്രിപ്പിലെല്ലാം പിടിക്കില്ല കേട്ടോ, 2 ട്രിപ്പായിട്ട് എടുക്കേണ്ടി വരും. അപ്പോൾ അതുകൊണ്ട് കുറച്ച് എണ്ണയിലിട്ടിട്ട് ആദ്യം ഒന്ന് പൊരിച്ചെടുക്കാം. അത് കഴിഞ്ഞതിന് ശേഷം ബാക്കി എടുക്കാം. അപ്പോൾ നമ്മളെ ആദ്യത്തെ ട്രിപ്പ് ആയി വന്നിട്ടുണ്ട്. കണ്ടില്ലേ, 2 വശം മറിച്ചിട്ട് നല്ല മുരിച്ചെടുത്തതാണ്. നല്ല ഫ്രൈ ആയി വന്നിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ എല്ലാ ഐക്കൂറിയും നമ്മൾ പൊരിച്ചെടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മൾ ഇത് കറി ഉണ്ടാക്കാനുള്ള ഗ്രേവി തയ്യാറാക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നമ്മൾ മീൻ ഫ്രൈ ചെയ്തെടുത്ത് അതേ ഉരുളിയിലേക്ക് അതേ എണ്ണയിലേക്ക് കുറച്ച് കറിവേപ്പില ഇട്ടിട്ടുണ്ട്. അത് മൂത്ത് വരുന്ന സമയത്ത് നമുക്ക് കുറച്ച് കുഞ്ഞുള്ളിയും കൂടി ഇട്ട് കൊടുക്കണം. അപ്പോൾ കുഞ്ഞുള്ളിയും കൂടി ഇട്ടിട്ടുണ്ട്. പിന്നെ ഒരു 4 തക്കാളിയും കൂടി മുറിച്ച് വെച്ചിട്ടുണ്ട്. അതും കൂടി ഇതിൻ്റെ അത്ര ഇട്ടിട്ട് ഒന്ന് വഴറ്റിയെടുക്കണം. വഴറ്റിയെടുത്തതിന് ശേഷം അത് തണുത്ത് വരുന്ന സമയത്ത് നമുക്കതിനെ ഒന്ന് അരച്ചെടുക്കാനുണ്ട്. അപ്പോൾ തക്കാളിയും കൂടി ചേർത്തിട്ടുണ്ട്. തക്കാളി അങ്ങനെ ഒരുപാട് വരണ്ടില്ല, എന്നാലും ചെറുതായിട്ടൊന്ന് ഉടഞ്ഞ് അതിൻ്റെ എണ്ണ ഇതൊന്ന് ഊറി വരുന്ന ടൈമാണ്. ആ ടൈമിൽ നമുക്കിതിനെ കോരിയെടുത്തിട്ട് ഒന്ന് അരച്ചെടുത്തിട്ട് വരണം. ഇത് മീൻ പൊരിച്ച എണ്ണ ആയതുകൊണ്ട് ഇത് ഇട്ടിടുമ്പോൾ എന്താ മണമെന്നറിയാം, നല്ല മണമാണ് കേട്ടോ. ഈ ഉള്ളിയും തക്കാളിയും എല്ലാം അതിൻ്റെ ഒന്ന് ചെറിയ ഇതായി വരുന്ന സമയത്ത് ആ മീൻ പൊരിച്ചതിൻ്റെ മണം നല്ല മണമാണ്. അപ്പം അങ്ങനെ അത് നമ്മൾ തക്കാളിയും നീരുള്ളിയല്ല ചെറിയ ഉള്ളി അതെല്ലാം ഒന്ന് സെറ്റായി വന്നിട്ടുണ്ട്. നമുക്കിതിനൊരു സൈഡിലേക്ക് വെച്ച് ഇങ്ങനെ പിടിച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ എണ്ണയെല്ലാം ഊറിപ്പോവും. നമുക്കിതിൻ്റെ എണ്ണയൊന്നും ആവശ്യമില്ല. എണ്ണ നമുക്ക് ആവശ്യമുണ്ട്. അടുത്ത ഉള്ളിയും തക്കാളിയെല്ലാം വഴറ്റിയെടുക്കുന്നത് ഇതേ എണ്ണയിലേക്കാണ്. പക്ഷേ അരക്കുമ്പോൾ ഈ എണ്ണ ആവശ്യമില്ല എന്ന് പറഞ്ഞത്. അപ്പോൾ കണ്ടില്ലേ, എണ്ണയിൽ ഊറിപ്പോകുന്ന കണ്ടില്ലേ. അപ്പോൾ നമുക്കിതിൻ്റെ ഉള്ളിയും തക്കാളിയെല്ലാം എടുത്ത് ഒരു പാത്രത്തിലേക്ക് തണിയാൻ വെക്കണം. അത് കഴിഞ്ഞതിന് ശേഷം തണുത്ത് വരുന്നതിന് ശേഷം അത് അരച്ചെടുക്കാൻ പറ്റുള്ളൂ. ഇപ്പം നമുക്കിതെല്ലാം ഒന്ന് കോരിയെടുത്ത് വെക്കാം. ഉണ്ടാ നല്ല എണ്ണ ഊറിയിട്ട് പോയത് ഉണ്ടാ. ഇനിയിപ്പോൾ ഇതേ എണ്ണയിലേക്ക് തന്നെ നമ്മൾ അടുത്ത സവാളയും ചെറിയ ഉള്ളിയും തക്കാളിയും പച്ചമുളക് ഇതെല്ലാം വഴറ്റിയെടുക്കാനുണ്ട്. അതെല്ലാം നമുക്ക് ഇതിലേക്ക് തന്നെ ചെയ്യാം. അപ്പോൾ നമ്മളെ ഉള്ളിയും തക്കാളിയും വഴറ്റിയെടുത്തത് തണിയാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇതേ എണ്ണയിലേക്ക് തന്നെ അടുത്ത ട്രിപ്പിലേക്ക് ചെറിയ ഉള്ളിയും ഒരു 2 സവാള അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. അതും കുറച്ച് പച്ചമുളക് കുറച്ചും തക്കാളി ഇതെല്ലാം അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. ഇതെല്ലാം ഒന്ന് വഴറ്റിയെടുക്കണം നമുക്കിതിൽ. ആദ്യം നമുക്കിങ്ങനെ സവാളേനെയും ഈ ചെറിയ ഉള്ളിനെയും ഒന്ന് വഴറ്റിയെടുക്കാം. ഇതിപ്പോൾ മീൻ പൊരിച്ച എണ്ണയിൽ ആ ഗ്രേവിയെല്ലാം ഉള്ളത് കൊണ്ട് കണ്ടില്ലേ, ഇതിൻ്റെ ഒരു കളർ മാറിയിട്ട് നല്ല സ്മെല്ലും വരുന്നുണ്ട് കേട്ടോ ഇതിന്. ഇത് കുറച്ചും വഴറ്റിയെടുക്കാനാണ് പണി ഈ സവാളയെല്ലാം. അപ്പോൾ ആ സവാളയെല്ലാം വഴണ്ട് വന്നിട്ടുണ്ട്. അതിലേക്ക് ഞാൻ തക്കാളിയും കൂടി ചേർത്ത് കൊടുത്തു. ഇനിയിപ്പോൾ തക്കാളിയെല്ലാം ഒന്ന് ഉടഞ്ഞ് വരുന്ന സമയത്ത് ഇതിനിപ്പോൾ പച്ചമുളക് മുറിച്ച് ചേർത്ത് കൊടുക്കാനുണ്ട്. പച്ചമുളകും കൂടി ചേർക്കാം. ഇപ്പോൾ നല്ല വായ ഉടഞ്ഞ് സെറ്റായി വന്നിട്ടുണ്ട്. ഇപ്പോൾ പച്ചമുളകും കൂടി ചേർത്ത് ഒന്ന് നന്നായി വഴറ്റിയെടുക്കാം. ഇപ്പോൾ എല്ലാം സെറ്റായി വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് ഇതിൽ മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി ഇതെല്ലാം ചേർക്കാനുണ്ട്. ഇതെല്ലാം ഞാനിവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. കുരുമുളക് പൊടിയും എടുത്ത് വെച്ചിട്ടുണ്ട് കുറച്ചും. അപ്പോൾ ഒരു 3 സ്പൂണ് മല്ലിപ്പൊടിയാണ്, അത് ചേർത്തിട്ടുണ്ട്. മുളക് പൊടിയും ഇപ്പോൾ തന്നെ ചേർത്ത് കൊടുക്കാം. പിന്നെ മഞ്ഞൾപ്പൊടിയും ഇപ്പോൾ ചേർത്ത് കൊടുക്കാം. പിന്നെ ഞാൻ പച്ചമുളകും മല്ലി ഇലയിലും കൂടിയിട്ട് വെളുത്തുള്ളിയും കൂടിയിട്ട് ചതച്ചെടുത്ത് വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് എരിവ് അതിൽ നിന്നും കിട്ടും ഇതിൽ. അപ്പോൾ നമുക്ക് ഇതിൻ്റെ എല്ലാം ഒന്ന് പച്ചച്ചവ മാറും വരെ ഇതൊന്ന് വഴറ്റിയെടുക്കാം. ഇത് വഴറ്റിയെടുത്തിട്ട് ഇതിലേക്ക് നമുക്ക്
പുളിവെള്ളം ഞാൻ ഒരു ചെറുള്ളി നാരങ്ങയുടെ വലുപ്പത്തിൽ പുളി പൊതിർത്ത് വെച്ച് അതിൻ്റെ വെള്ളം എടുത്ത് വെച്ചിട്ടുണ്ട്. ആ വെള്ളയിൽ ചേർത്ത് കൊടുക്കാം. ഇത് എല്ലാം കൂടി ഒരു മധുരം, സവാളയെല്ലാം കുറച്ചും കൂടുതൽ തന്നെ അല്ലേ, അപ്പോൾ കുറച്ചും മധുരം കൂടിയായിട്ട് നിൽക്കും ഇത്. അപ്പോൾ അതുകൊണ്ട് കുറച്ചും കൂടുതൽ പുളി എടുത്തിട്ടുണ്ട്. അപ്പോൾ അത് പിഴിഞ്ഞ് ഞാൻ വെള്ളം ആക്കി വെച്ചിട്ടുണ്ട്. ഇതിൻ്റെ ഇടയിൽ തക്കാളിയെല്ലാം ഒന്ന് നമുക്ക് ഇങ്ങനെ കുത്തി എടുത്ത് കൊടുക്കാം. അങ്ങനെ കടിക്കാൻ കിട്ടേണ്ട തക്കാളി. അപ്പോൾ നമ്മൾ പുളിവെള്ളം ചേർത്ത് കൊടുക്കാം ഇനിയിപ്പോൾ ഇതിലേക്ക്. ഉണ്ടല്ലേ, പുളിവെള്ളം പിഴിഞ്ഞ് വെച്ചത് ഇതും കൂടി ചേർത്ത് കൊടുക്കാം. ഇത് ചേർത്തിട്ടൊന്ന് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനിയിപ്പോൾ നമ്മളെ പച്ചക്കുരുമുളകും പച്ചമുളകും ഉണ്ടല്ലേ, വെളുത്തുള്ളി എല്ലാം കൂടി ചതച്ച് വെച്ചതാണ്. ചതച്ചല്ല, കുറച്ച് അരച്ചെടുത്ത്. അപ്പോൾ അതും കൂടി നമ്മൾ അതിലേക്ക് ഇട്ടിട്ടുണ്ട്. ഒന്ന് അതിൻ്റെയും പച്ചച്ചവ മാറുമ്പോൾ ഒന്ന് കഴിച്ചെടുക്കാം. അതിന് ശേഷം നമ്മൾ നേരത്തെ തയ്യാറാക്കി ഗ്രേവി അരച്ചെടുത്തിട്ടുണ്ടല്ലോ, അത് ചേർത്ത് കൊടുക്കാം നമുക്കിത്. നല്ല അപ്പത്തിനെല്ലാം മുക്കി തിന്നേണ്ട സൈസ് ഗ്രേവിയാണ് ഇതിങ്ങനെ ആക്കി നമുക്ക് ഇട്ടൽ. ഇതാ നമ്മൾ ആ ഗ്രേവിയും കൂടി നമ്മൾ നേരത്തെ വഴറ്റി വെച്ചതല്ല, അതെല്ലാം അരച്ചതാണിത്. അതും കൂടി നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്യാം. ഒരുപാട് വെള്ളം വേണ്ട, നമ്മളിങ്ങനെ ലൂസാക്കി വെക്കുന്നതല്ല, എന്നാൽ ഒരുപാട് കട്ടിയും വേണ്ട. ഒരു എന്ന് പറയലേ, ഒരു അപ്പൽ മുക്കി തിന്ന ഗ്രേവി ആ ഒരു പരുവത്തിൽ. ഇനിയിപ്പോൾ നമുക്ക് ലാസ്റ്റ് തേങ്ങാപ്പാൽ കൂട്ടാനുണ്ട്. അപ്പോൾ ഇതെല്ലാം ഒന്ന് തിളച്ച് വന്ന് ഇതിൻ്റെ സെറ്റായതിന് ശേഷം തേങ്ങാപ്പാൽ കൂട്ടുന്നില്ല. അത് കൂട്ടിയിട്ട് വീണ്ടും ഒരുപാട് തിളച്ച് വരണ്ട. അപ്പോൾ അതുകൊണ്ട് ഇതെല്ലാം ഒന്ന് കൂടി തിളച്ച് ഇതിൻ്റെ പച്ചച്ചവയെല്ലാം മാറി കിട്ടുമ്പോൾ നമുക്ക് ഇതിൽ തേങ്ങാപ്പാൽ ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ നന്നായി തിളച്ച് വന്നിട്ടുണ്ട്. ഇതിലേക്ക് ഉപ്പിട്ടിട്ടില്ല. മീനിൽ ഉപ്പിട്ടിട്ടാണ് അത് ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ളത്. പക്ഷേ നമ്മൾ ഈ ഗ്രേവിക്ക് ഉപ്പിട്ടിട്ടുണ്ടായില്ല. അപ്പോൾ അതിലേക്ക് നമ്മൾ ലേശം ഉപ്പിട്ട് കൊടുത്തു. എൻ്റെ മൂട് മാറി. ഇനിയിപ്പോൾ ഒന്ന് തിളച്ച് കുറുകി വന്നിട്ടുണ്ട്. കുറച്ച് ഫിഷ് മസാലയും കൂടി ഇട്ട് കൊടുക്കാം നമുക്കിന്. അതാകുമ്പോൾ കുറച്ച് നല്ല കളറും കിട്ടും, കുറച്ച് എരിവും വരും. ഒന്ന് ഇളക്കി സെറ്റാക്കിയതിന് ശേഷം കുറച്ചും കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കണം. നല്ല കുറുകി വന്നു, നല്ല ഗ്രേവി, നല്ലൊരു കട്ടി ഗ്രേവി ആയില്ലേ. ഈ ഒരു പരുവത്തിലാക്കിയിട്ട് എടുക്കണം. ഇതാണ് നമുക്ക് അപ്പത്തിനായാലും ചോറിനായാലും നല്ല ടേസ്റ്റ് ഇങ്ങനെ ആക്കുമ്പോഴാണ്. നല്ല അതിൻ്റെ പച്ചച്ചവയെല്ലാം മാറും വരെ നമുക്കതിനെ തിളപ്പിച്ചെടുത്തിട്ടുണ്ട്. കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കും. ഇനി നമുക്ക് ഇത് ചേർക്കാനുള്ളതാണ് നമ്മുടെ പാല്. തേങ്ങാപ്പാലെടുത്ത് വെച്ചതാണ്, കൊട്ടപ്പാലല്ല, തേങ്ങാപ്പാലെടുത്ത് വെച്ചതാണ്. അത് ഞാൻ അരച്ചിട്ട് അതിൻ്റെ പാലെടുത്തതാണ് എന്നല്ലേ. അപ്പോൾ നമ്മൾ തേങ്ങാപ്പാലും കൂടി നമുക്ക് ഇതിൽ ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് തിളപ്പിച്ചെടുക്കാം. ജസ്റ്റ് ഒന്ന് തിളക്കണം. തേങ്ങാപ്പാൽ വയ്ക്കുമ്പോൾ കണ്ടില്ല, നല്ല ഇതിൻ്റെ ഇതേ മാറി കിട്ടി. ഇതുവരെ കണ്ട രൂപത്തിലേ അല്ലായിപ്പോയില്ലത്. ഇനി ഒന്ന് തിളച്ച് വരട്ടെ. അപ്പം അങ്ങനെ തേങ്ങാപ്പാൽ ഒഴിച്ചതിന് ശേഷം തിളച്ച് വന്നു. ഇനി നമ്മൾ നേരത്തെ വറുത്ത് കോരി മാറ്റി വെച്ചിരിക്കുന്ന മീനുണ്ടല്ലോ, അതിട്ട് കൊടുക്കാം നമുക്ക് ഇതിലേക്ക്. മീനിട്ടിട്ട് അന്നേരം തന്നെ തീ ഓഫ് ചെയ്യുക. അത് പിന്നെ ഒരുപാട് തിളച്ച് വരണമെന്നില്ല. ഫ്രൈ ചെയ്തെടുത്ത മീനല്ലേ.
അപ്പോൾ നമ്മളെ കറിയിൽ മീനെല്ലാം ഇട്ട് നല്ല സെറ്റാക്കി വെച്ചിട്ടുണ്ട്. കണ്ടില്ലേ, നല്ല അടിപൊളി സെറ്റിലായിട്ട് വന്നിട്ടുണ്ട്. നമുക്ക് അപ്പത്തിൻ്റെ ഒപ്പരും ചോറിൻ്റെ ഒപ്പരും എല്ലാം ഈ കറി നല്ല ടേസ്റ്റാണ് കേട്ടോ. ഏത് അപ്പത്തിൻ്റെ ഒപ്പരും ഈ കറി കൂട്ടാൻ നല്ല ടേസ്റ്റ് ഉണ്ടാവും. അപ്പോൾ എല്ലാവരും ഒന്ന് ഇങ്ങനെ ഉണ്ടാക്കി നോക്കിക്കോളും. എങ്ങനെ ഉണ്ടായിരുന്നു എന്നുള്ളത് വീഡിയോക്ക് കമൻറ്റ് ചെയ്തോളൂ കേട്ടോ. അപ്പോൾ ഈ വീഡിയോ കാണുന്ന എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യാനും കമൻ്റ് ഇടാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. അടുത്തൊരു വീഡിയോയുമായി കാണുമ്പോൾ എല്ലാവർക്കും ബൈ ബൈ.